പല പാരന്റ്സിന്റെയും ഒരു ഡൗട്ടാണിത്. ടങ് ഉണ്ടെങ്കിൽ സംസാരം വൈകുമോ? ഒരിക്കലുമില്ല. ടങ് കാരണം സ്പീച്ച് ക്ലാരിറ്റിയാണ് അഫക്റ്റഡ് ആകുന്നത്. കാരണം നാക്കിനടിയിലെ ഇതുപോലത്തെ കെട്ട് കാരണം കുട്ടികൾക്ക് നാക്ക് ഫ്രീ ആയിട്ട് ചലിപ്പിക്കാൻ പറ്റാതെ ഇരിക്കുകയും നാക്ക് മുകളിൽ നമ്മുടെ പാലറ്റ് ഏരിയയിൽ തട്ടി സംസാരിക്കേണ്ട ട, ല, റ, ള തുടങ്ങിയ അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ നാക്കിനടിയിൽ കെട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ഒരു പീഡിയാട്രിക് ENT ആണ് കാണേണ്ടത്. അതിനുശേഷം ഡോക്ടർ എക്സാമിൻ ചെയ്തിട്ട് ഇതിന്റെ സിവിയറിറ്റി കണ്ടുപിടിക്കും. വളരെ ചെറിയ ടണ്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തെറപ്പിയുടെയോ എക്സ്ട്രാ കെയറിന്റെയോ ആവശ്യം വരത്തില്ല. കുട്ടികൾ തനിയെ സ്പീച്ച് സൗണ്ട്സ് എല്ലാം ഡെവലപ്പ് ആകും. എന്നാൽ കുട്ടികളുടെ നാക്കിന്റെ മൂവ്മെന്റിനെ ഈ ടണ്ട അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പീച്ച് തെറപ്പി കൊണ്ട് തന്നെ ഇത് മാറാം. അതുമല്ല, നല്ല സിവിയർ ആയിട്ടുള്ള ഒരു ടൈ ആണ് നാക്കിനടിയിലുണ്ടെങ്കിൽ ചെറിയൊരു ടങ് റിലീസൽ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടങ്ങിനെ ഫ്രീ ആക്കാനും അതിനുശേഷം ഒരു സ്പീച്ച് തെറപ്പിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ സംസാരം ക്ലിയർ ആക്കാനും സാധിക്കും. നിങ്ങൾക്കിത് നേരത്തെ അറിയാമായിരുന്നോ? ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ.